ഹായ് പറഞ്ഞ അപ്പുക്കുട്ടാ. ഹായ് പറഞ്ഞ്. ഹായ് ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അല്ല അപ്പൂസ്, അപ്പൂസ് പഴം തിന്നുക അല്ലേ? വേറൊന്നും വേണ്ട ഞങ്ങൾക്ക്. ഇച്ചിരി പഴം ഉണ്ടെങ്കിൽ ജീവിച്ചു പോവാ അല്ലേ? അല്ലേ? ഉറങ്ങി എണീറ്റപ്പോൾ എന്നോട് പഴം വേണമെന്ന്. പഴം എവിടെ ഇരിക്കുന്നത്, എവിടെ വെക്കുന്നതെന്നൊക്കെ അവനറിയാം. ഹായ്. പഴം എവിടെ ഇരിക്കുന്നത്, എവിടെ വെക്കുന്നതെന്നൊക്കെ അവനറിയാം. പഴം മതി. അയ്യോ പേടിപ്പിക്കല്ലേ, തുപ്പല്ലേടാ. ഹായ് പറഞ്ഞ അപ്പൂസ്. അപ്പം എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ഇന്ന് അങ്കിച്ചേച്ചി സ്കൂളിൽ പോയി, പെച്ചേട്ടൻ സ്കൂളിൽ പോയി, സാറ ചേച്ചി അവിടെ ടി വിയും കണ്ടുകൊണ്ടിരിപ്പുണ്ട് അല്ലേ? ഞങ്ങളുടെ ലൊക്കേഷൻ ഒന്ന് പതുക്കെ മാറിയിട്ടുണ്ട്. അപ്പുക്കുട്ടൻ പഴം പൊളിക്കുക അല്ലേ അപ്പൂസേ? അപ്പൂസേ നോക്ക, കയ്യിലിരിക്കുന്ന പഴം കഴിഞ്ഞപ്പോൾ അപ്പുക്കുട്ടൻ തന്നെ പഴം പൊളിക്കാൻ വേണ്ടിയിട്ട് വന്നതാ അല്ലേ? പഴം പൊളിക്കുക എന്ന് പറ. ഓ ഞാൻ എടുത്ത് കളഞ്ഞോളാം കേട്ടോ, അമ്മ കളഞ്ഞോളാം. ചിരി വന്ന് ചിരിച്ചേ. അമ്മ പൊളിച്ചു തരട്ടെ ആ പഴം? അപ്പുക്കുട്ടൻ പൊളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, അമ്മ പൊളിച്ചു തരട്ടെ? തന്നെ പൊളിക്കണം. എല്ലാം അറിയുന്നുണ്ട്. അപ്പം ഞങ്ങൾ അങ്കി എന്തായാലും പോയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. ഇന്ന് നല്ല കുഴപ്പമായിരുന്നു. 2 ദിവസം പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ശനി ഞായറും ഇരുന്നിട്ട് ഇനി പറയാം എനിക്ക് 3 ദിവസം കൂടെ ഇരിക്കണമെന്ന്. എന്താ കാര്യമൊന്നും അറിയത്തില്ല. ഇനി വല്ല വയ്യാഴിക ഉണ്ടായിട്ടാണോ ഒന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു തരത്തിൽ ഉന്തിത്തള്ളി വിട്ടിട്ടുണ്ട്. നമുക്ക് ആ പഴം അവൻ എറിഞ്ഞു. എവിടെയാടാ പഴം? പഴം എന്തിയാടാ? പഴം എന്തിയ കുഞ്ഞാ? എന്തിനാ? അപ്പുക്കുട്ട ഭയങ്കര കാണിച്ചില്ല. അപ്പുക്കുട്ടൻ്റെ തേക്കണോന്ന്, അതായത് തേപ്പൊട്ടി ഇങ്ങനെ മേശ വെച്ചിരിക്കുകയായിരുന്നു തേച്ചിട്ട്. അപ്പൊ അവൻ അതുപോലെ തേക്കണോന്ന്. ഇതാണ് എൻ്റെ അവസ്ഥ അല്ലേ? സാറാമ്മക്കാണെങ്കിൽ ഇല്ലാത്ത ഡിമാൻഡ് ഒന്നുമില്ല അല്ലേ സാറാമോളെ? സാറാമ്മക്ക് ഷർട്ട് വേണമെന്ന്. ഷർട്ടല്ല, പോക്കറ്റ് ഉള്ളത് വേണമെന്ന്. അലമാരിയൊക്കെ തുറന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും ഞാൻ ഉരുട്ടിക്കയറ്റി വെച്ചിരിക്കുക. അലമാരിയിലത്തെ സാധനങ്ങളെല്ലാം കൂടെ ഞാനത് തുറന്നു കഴിയുമ്പോൾ അതെല്ലാം കൂടെ താഴേക്ക് വീഴും. അതുപോലെ ഇരിക്കുന്നത്. എവിടെയാ പോക്കറ്റുള്ള ബനിയെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കുറേ ദിവസമായി ഞാനിങ്ങനെ വിചാരിക്കുന്നു എനിക്കൊന്ന് ഒതുക്കണോന്ന്. എവിടെ ഈ പിള്ളേർ സമ്മതിച്ചിട്ട് വേണ്ടേ? അപ്പൊ സാറാമൊക്കെ ഞാൻ അപ്പുക്കുട്ടൻ്റെ ഒരു ബനിയൻ എടുത്ത് കൊടുത്തത്. അപ്പുക്കുട്ടൻ്റെ ഷർട്ട് അത് അവന് തന്നെ കൊള്ളില്ല. അത് ഞാൻ അവൾക്ക് ഒരു തരത്തിൽ കുത്തിക്കറ്റി കൊടുത്തിരിക്കുക അല്ലേടി സാറാമോളെ? ഷർട്ട് ഒന്ന് കാണിച്ചു കൊടുത്തേ, പോക്കറ്റ്. അവൾക്കത് ഇത്തിരി ടൈറ്റാണ്. അത് ഞാനിങ്ങനെ അവൾക്ക് കൊടുത്തിരിക്കുക. അപ്പുക്കുട്ടൻ്റെ കരച്ചിൽ എന്തോരായാലും നിൽക്കുന്നില്ല. അപ്പുക്കുട്ടൻ ഇനി അതിട്ടില്ല, മേശ കയറി. ഇവിടെ ഒരു മേശ കിടപ്പുണ്ട്. ആ മേശ കയറിയിട്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ എല്ലാ റൂമിൻ്റെ വാതിൽ അടച്ചിട്ടിട്ട് ഞാൻ ആ ഹാളിൽ മാത്രമാണ് ഇരിക്കുന്നത്. പോക്കറ്റ് ഒരു രക്ഷയില്ലെന്നേ. ഇതുങ്ങളെ ഭയങ്കര വഴക്കായിപ്പോ. ചില സമയത്ത് കേട്ടോ, ചില സമയത്ത് കുഴപ്പമൊന്നുമില്ല, ചില സമയത്ത് ഭയങ്കര വഴക്കാണ്. ഇന്ന് സാറാമ്മോള് കുറേ നേരം വാശി പിടിച്ചു. അവൾക്ക് പഞ്ചസാര വേണമെന്ന്. എന്നാൽ ഇച്ചിരി നേരം വഴക്കുണ്ടാക്കാതെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു കുറച്ച് പഞ്ചസാര എടുക്കുന്നു. അപ്പൊ ആ പാത്രം നിറച്ച് വേണമെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് വാശി പിടിക്കുന്നത് ഇവര്. ഈ പ്രായത്തിന്റെ ആയിരിക്കും അല്ലേ? ചില സമയത്ത് നമുക്ക് വട്ട് പിടിക്കും. എന്താണോ ഈ പിള്ളേർ ഇങ്ങനെ തുടങ്ങുന്നേന്ന് വിചാരിക്കും. നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണെങ്കിലും വേണ്ടിയല്ല, പഞ്ചസാരയൊക്കെ അങ്ങനെ ഒരുപാട് കൊടുക്കാൻ പറ്റും. ഇപ്പൊ കണ്ടില്ലേ, തേപ്പൂട്ടിക്ക് വേണ്ടിയിട്ട് ഇരുന്ന് കരയുക. തേപ്പൂട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലഗ് ഒക്കെ കുത്താനൊക്കെ അറിയാം. അങ്ങനെ കുത്തി വെച്ചിട്ട് വല്ലതും ഷോക്ക് അടിച്ചു കഴിഞ്ഞാലോ എന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ അങ്ങനെയൊന്നും കൊടുക്കില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ആദ്യം കാറി പൊളിച്ചോണ്ടിരിക്കുന്നുണ്ട്. സാറാമ്മളുടെ സ്റ്റൈലാണിത് അല്ലേ സാറാമ്മളെ? ഇതാണോ സ്റ്റൈല്? സ്റ്റൈല്. അപ്പുക്കുട്ടൻ്റെ ഷർട്ടും ഒരു കുട്ടി നിക്കറിട്ട് ഇൻസൈഡ് ചെയ്ത് നിൽക്കുക അല്ലേ സാറാമ്മളെ? ആ മുടി ഒന്ന് ഒതുക്കി വെക്കട്ടെ അമ്മ? മുടി ഒന്ന് വെട്ടിക്കട്ടെ അമ്മ ഇച്ചിരി? ഇതാണ് സ്റ്റൈല്? പിന്നെ മുടി വെട്ടാൻ സമ്മതിക്കോ? അന്ന് സാറാമ്മോട് ഒരു പാട്ട് പഠിക്കുക. ആ പാട്ടൊന്ന് പഠിക്കും. മിന്നാമിന്നി പഠിക്കേ.
ഇത്രയുള്ളോ? സാറമ്മോൾ ഇപ്പോഴാണ് ഓണായി വന്നത്. ഇത്രയും നേരം ഇരുന്ന് കാറിക്കൊണ്ടിരിക്കുവായിരുന്നു അല്ലേ? സാറമ്മോൾ എന്തിനാ സാറമ്മോളെ വെറുതെ ഇരുന്ന് കാറിയത്? ആ ഇപ്പൊ ചിരിച്ചു കാണിക്കാം അല്ലേ? ഒരു പാത്രം നിറച്ച് പഞ്ചസാര തന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കാറിയത് അല്ലേ? സാറാമോൾ ഇപ്പൊ ഒന്ന് സെറ്റായി അല്ലേ സാറാമോളെ? ചോറുണ്ട് കുറച്ച്. ആരെങ്കിലും ഒക്കെ കാണും അമ്മയുടെ കയ്യിൽ എപ്പോഴും അല്ലേ? ഒരാൾ എപ്പോഴും കാണും, ചിലപ്പോ രണ്ടുപേരും കാണും. കുത്തക്കേടിന്റെ ആശാനെ കണ്ണാടി എവിടെ പോയി? നോക്കടാ അപ്പൂസങ്ങ് നോക്കിയേ. നമ്മുടെ അങ്കി വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അങ്കിയുടെ വണ്ടി, അങ്കിനെ പിടിക്കാൻ പോവാ നമ്മള്. എന്തായാവോ സ്കൂളിൽ പോയിട്ട് വരുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരവൊക്കെ സന്തോഷത്തില. എന്നാ ഉണ്ട് അങ്കി സ്കൂളില്? എങ്ങനെയുണ്ട് വിശേഷമൊക്കെ? ആണോ? സ്കൂളിൽ പോയിട്ട് ബാക്കി കരഞ്ഞു എന്നാ? ചിരിച്ചു കാണിച്ചോ ടീച്ചറിനെ? നമുക്ക് ചായ കുടിക്കാം അല്ലേ? അപ്പം ഞങ്ങളൊന്ന് വെറുതെ ഇവിടെ എന്താ പറയുക, പിള്ളേർക്ക് കുറച്ച് പഴവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മുടെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ നമ്മുടെ ജസ്റ്റ് അടുത്തുള്ള തൊട്ടടുത്തുള്ള കടയിലേക്ക് പോകണം. നടപ്പൊട്ടാതിരിടാ ഒരുത്തിനൂടെ ചേട്ടയും കൂട്ടിക്കൊണ്ടിരിക്കുക. ആരെയും കൊണ്ടുപോകുന്നില്ല കേട്ടോ. ഞാൻ ചേട്ടയും അപ്പുകൂട്ടിന് മാത്രമേ പോകുന്നുള്ളൂ. അപ്പം ഒന്നുമില്ല, ഞാൻ വെറുതെ പോകുന്നതാ. ഈ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ മടുക്കുമ്പം ചേട്ടൻ എവിടെ പോയില്ല, പുറകെല്ലാം ഞാനും പോയി കയറും. വെച്ചുള്ളത് കാരണം രക്ഷപ്പെട്ടു. വെച്ചുള്ളത് കാരണം സാറമ്മോളെ അങ്കീനെയൊക്കെ നോക്കിക്കോളും. എവിടെ പോയാലും എൻ്റെ എന്താ പറയുക, വേദാളത്തിൻ്റെ കൂട്ട് ഞാനുണ്ടാവും. ഒന്നുമില്ല, ഞാൻ വെറുതെ പോകുന്ന ഞാൻ ബൈക്കിൻ്റെ പുറകെ കയറിയിരിക്കും, സാധനം മേടിച്ച് തിരിച്ചു വരും, അത്രേ ഉള്ളൂ. എന്നാലും അതൊക്കെയല്ലേ നമ്മുടെ ഒരു സന്തോഷം. വേറെ എങ്ങോട്ടും പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഫുള്ളി പിള്ളേരുടെ കൂടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. അപ്പം എനിക്ക് ചെറിയൊരു പുറത്ത് ചാടാൻ അവസരം കിട്ടി, അപ്പം ഞാൻ ചാടും. അപ്പം അപ്പുക്കുട്ടനുണ്ട്, റെഡി ആയിട്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ചേട്ടൻ ഇറങ്ങി വന്നു. അപ്പം ഞാൻ ഒരു ഫോൺ കോൾ വന്നത് കാരണം ഒന്ന് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പോയിട്ട് വരാം കേട്ടോ.